അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പലപ്പോഴും നാം മറന്നു പോകുന്ന അല്ലെങ്കിൽ നല്ല ഒരു ഗൗരവമായി ചിന്തിക്കാതെ പോകുന്ന ഒരു ഹദീസാണ് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ നിന്നും ഒരാളും പരിപൂർണമായ മുഅ്മിനാവുകയില്ല. ഏതുവരെ? സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാൾ, അതുപോലെ തന്നെ ഭാര്യ മക്കൾ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കുടുംബത്തിൻ്റെ ഓരോ സ്വന്തം ശരീരത്തിനേക്കാളും കൂടുതലായി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും പരിപൂർണ്ണ മുഅ്മിനാവുകയില്ല എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞ ഹദീസ്. പലപ്പോഴും നാം അതിനെ ഓർക്കുന്നില്ല, അല്ലേ? നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നാം സ്വന്തം മാതാപിതാക്കളെക്കാൾ അല്ലെങ്കിൽ മക്കളെക്കാൾ നാം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് കൂടുതൽ ആൾക്കാർക്കുമുള്ള മറുപടി. എന്നാൽ പരിപൂർണ്ണ മുഅ്മിനാവാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. ഇതിനൊക്കെയുള്ള കാരണം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സ്വഭാവ ഗുണങ്ങൾ, അല്ലെങ്കിൽ മുത്തുനബി നമ്മളെ ഇങ്ങോട്ട് സ്നേഹിച്ച ആ സ്നേഹത്തിൻ്റെ വലിപ്പം, ആ വീതി, അത് നാം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതിനൊന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ നാം അള്ളാഹുവിൻ്റെ റസൂലിനെ നല്ലോണം നെഞ്ചിലേറ്റി നടക്കും, സ്വലാത്തുകൾ ധാരാളം പറയും, അല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബികൾ സ്നേഹിച്ചതിൻ്റെ ഒരു അംശം സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കുമരത്തിലേക്ക് കയറ്റിയപ്പോൾ മുശ്രിക്കുകൾ പറഞ്ഞു, ഓ ഹുബൈബ്, നിന്നെ ഈ തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ എൻ്റെ ഈ ഒരു സ്ഥാനത്തിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹു മുശ്രിക്കിൻ്റെ മുഖം നോക്കി ആവേശത്തോടു കൂടെ, ഈമാനിൻ്റെ ഊർജവത്തോടു കൂടി പറഞ്ഞത്, ആ നബി തങ്ങളുടെ പാതയിലേക്ക് ഒരു മുള്ളു തറക്കുന്നത് പോലും ഈ ഹുബൈബിന് ഇഷ്ടമല്ല എന്നുള്ളതാണ്. സ്വഹാബികൾ അത്രയും ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിലേക്ക് പാമ്പ് കടിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ കാൽ വെച്ച് കൊടുത്തതാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ പ്രണയത്തിൻ്റെ ആഴക്കടൽ തീർത്തവരായിരുന്നു മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അങ്ങനെ ആ സ്വഹാബികൾ സ്നേഹിച്ചതിൻ്റെ ഒരു അംശം സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. എന്നാലും ഇന്ന് ഈ ലോകത്ത് ഒരു ദിവസം മുഴുവനും 24 മണിക്കൂറിൽ മൊത്തം 24 മണിക്കൂറും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഓരോ പള്ളികളുടെ മിനാരങ്ങളിലും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്കിലൂടെയും സ്വലാത്തിലൂടെയും. നബി തങ്ങളില്ലാത്ത സ്വലാത്തുകളില്ല, ബാങ്കില്ല, അങ്ങനെ ഒരു സൽക്കർമ്മവും നബി തങ്ങളെ കൂടാതെ ഇല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും ലോകത്തിൽ നിന്ന് മൺമറഞ്ഞ് 14 നൂറ്റാണ്ട് പിന്നിട്ടും ലോക ജനതയുടെ മനസ്സിൽ ഇന്നും മായാതെ മറയാതെ പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സുന്ദരമായ ദീപമുണ്ടെങ്കിൽ അത് നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബി തങ്ങളെ കുറിച്ച് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിശ്ചയം അല്ലാഹുവിൻ്റെ മലായികത്തുകളും ആ പ്രവാചകരുടെ മേൽ സ്വലാത്തും സലാമും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളും നബി തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും പറയുകയെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളോട് ഉണർത്തുകയാണ്, അല്ലേ? ആ നബി തങ്ങൾ നമുക്ക് വേണ്ടി അവസാനം മരിക്കുന്ന സന്ദർഭത്തിൽ പോലും ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ സമുദായം എന്ന് പറഞ്ഞ് നമ്മളെ ഓർത്ത് കറഞ്ഞതാണ് നമ്മുടെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി. നാളെ നാം ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയും, മഹ്ശറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയും എല്ലാവരും നമ്മുടെ കൈവെടിയുമ്പോൾ എനിക്ക് എൻ്റെ ശരീരം നഫ്സി നഫ്സി എന്ന് വിളിച്ചുകൊണ്ട് നട്ടോട്ടമോടുന്ന സന്ദർഭത്തിൽ പോലും എൻ്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ ഞാനുണ്ടെന്ന് പറഞ്ഞ് മുന്നിൽ വരുന്ന മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു 10 സ്വലാത്തെങ്കിലും ഒരു ദിവസം നാം പറയേണ്ടിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഒരുത്തൻ പ്രവാചകരുടെ മേൽ സ്വലാത്ത് ഒന്ന് പറഞ്ഞാൽ, ഒരു സ്വലാത്ത് മൻ സല്ല അലയ്യ, ഒരു സ്വലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു തആല അവന് 10 അനുഗ്രഹങ്ങളെ തുറന്നു കൊടുക്കുമെന്നുള്ളതാണ്. അല്ലാഹു നമ്മളെ
യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ, യഥാർത്ഥ ആശിഖീങ്ങളുടെ കൂട്ടത്തിൽ, അള്ളാഹുവിൻ്റെ റസൂലിനെ നല്ല റാഹത്തോടുകൂടെ നല്ല മനസ്സിൻ്റെ അന്തരാളത്തിൽ നിന്ന് സ്നേഹിക്കുന്ന യഥാർത്ഥ ആശിഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതെ ഒരിക്കലും നമ്മൾക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ സാധ്യമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളെ യഥാർത്ഥ ആശിഖു റസൂലിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ ലോകത്തിന് അനുഗ്രഹമാണ് നമ്മുടെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എത്ര തെറ്റ് ചെയ്താലും അള്ളാഹുവിൻ്റെ റസൂൽ നമ്മുടെ ഖൽബിലേക്ക് നോക്കുമെന്നുള്ളതാണ് പ്രവാചകരുടെ കാരുണ്യം. അള്ളാഹു നമ്മുടെ മനസ്സിനൊക്കെ ശുദ്ധിയാക്കി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൻ്റെ അന്തരാളത്തിൽ നിന്ന് സ്നേഹിക്കാനും അവിടത്തേക്ക് 1000 സ്വലാത്തുകൾ സലാമുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ അള്ളാഹു നമ്മുടെ നാവിലേക്കും ശക്തി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ